വാൾപ്പാറയ്ക്ക് പിന്നാലെ കേരളത്തിന് വേദനയായി തൃശൂരും. ഞാൻ തിരി എടുത്തിടുക, ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞ തിരി പെട്ടെന്ന് ഉണങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്റെ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. എനിക്ക് മനസ്സിലായി തരുന്നു. ഞാൻ ഓടുമ്പോഴേക്കും ഇവിടെ നറുചെട്ട് പൊട്ടി. തിരുവമ്പാടി ദേവസ്വത്തിന്റെ വെടിക്കോപ്പ് നിർമ്മാണത്തിനിടയിലാണ് ഈ വലിയ പൊട്ടിത്തെറി ഉണ്ടായത്. സ്ഥലത്ത് വിദഗ്ധ സംഘം പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ ഉണ്ടോ എന്ന് കണ്ടെത്താൻ കടാവർ നായയെ സ്ഥലത്തേക്ക് എത്തിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സംഭവത്തിന്റെ മജിസ്ട്രിയൽ അന്വേഷണം തുടരുന്നു. സ്ഫോടനത്തിൽ 13 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്ഥലത്തുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ മെഡിക്കൽ കോളേജിൽ എത്തി പരിക്കേറ്റവരെ കാണും. ഇവർ പിന്നീട് സംഭവ സ്ഥലത്തും എത്തും. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൂരമാഘോഷമില്ലാതെ നടത്താനാണ് ഇപ്പോഴത്തെ ആലോചന. അപകട സ്ഥലത്ത് നിന്ന് CV അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനുമോദ്, ഈ മരിച്ചവരെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ദുഷ്കരമാണ് താനും. 35ഓളം ആളുകൾ വെടിക്കെട്ട് ശാലയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഒരു കണക്ക്. സ്ഥിരീകരിക്കാവുന്നതല്ല പുറത്തു വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത്തരം വിവരങ്ങൾ കൂടുതലായി എന്തെങ്കിലും ലഭ്യമാവുന്നുണ്ടോ? CV അനുമോദ് സംഭവ സ്ഥലത്തുണ്ട്. നവമി ദിനേശും അവിടെയുണ്ട്. സംഭവ സ്ഥലത്ത് 6 ഷെഡുകളായിരുന്നു. അതിലുണ്ടായിരുന്ന വെടിക്കോപ്പുകൾ പൂർണ്ണമായും കത്തിയമരുന്ന സാഹചര്യം. തൃശ്ശൂർ നഗരത്തിൽ നിന്ന് 18 കിലോമീറ്റർ അകലെ മുണ്ടത്തിക്കോട് പാതിരിക്കോട് ക്ഷേത്രത്തിന് സമീപമാണ് ഈ പാടശേഖരം. 5.5 ഏക്കർ ഒഴിഞ്ഞ ഈ പറമ്പിലാണ് പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നത്. ഈ 35 പേർ എന്ന കണക്ക് വെടിക്കെട്ട് ശാലയിൽ 35 പേർക്കുള്ള ഭക്ഷണം എത്തിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത്രയും പേർ സംഭവ സ്ഥലത്തുണ്ടായിരുന്നതായി കരുതുന്നു. അനുമോദ്, ഈ 35 പേർ ഈ ശാലയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഒരു സ്ഥിരീകരിക്കാത്ത ഒരു കണക്ക്. ഒരുപാട് മൃതദേഹങ്ങൾ ഇപ്പോഴും തിരിച്ചറിയാനുണ്ട്. കൂടുതൽ എന്തെങ്കിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ഇപ്പോൾ വിവരമുണ്ടോ? വിദഗ്ധ പരിശോധന തുടരുകയാണോ? രഞ്ജിത്ത്, നമ്മളുള്ളത് ഇപ്പോൾ ഈ മുണ്ടത്തിക്കോട് ഈ സ്ഫോടനം നടന്ന ഇടത്താണ്. എനിക്ക് പിറകിൽ കാണാം. ഇവിടെ പോലീസിന്റെ അതേപോലെ തന്നെ ഫയർഫോഴ്സിന്റെ മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ വിശദമായ ഒരു പരിശോധനയ്ക്കാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ നടക്കാൻ പോകുന്നത്. കെഡാവർ ഡോഗ്സ് 3 കെഡാവർ ഡോഗ്സിനെ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നമ്മൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലൊക്കെ മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്താൻ ഉപയോഗിച്ചിരുന്ന മർഫി, മായ, ഏഞ്ചൽ എന്നീ 3 കെഡാവർ ഡോഗ്സിനെയാണ് ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ കളക്ടർ, അതേപോലെ കമ്മീഷണർ മുതലായ ഉന്നത ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള യോജിച്ചുകൊണ്ടുള്ളൊരു വിശദമായ പരിശോധന ഇവിടെ ആരംഭിക്കും. അതിന് മുന്നോടിയായിട്ടുള്ള യോഗം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മന്ത്രി കെ രാജൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവരും ഇവിടേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് അറിയാനാകുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന ഇടമാണ് ഈ ദുരന്ത മുഖം എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയും ഒരു ചെറിയ തുരുത്താണ്. ഒരു പാടത്തിന് നടുവിലുള്ള ഒരു ചെറിയ തുരുത്താണ് ഈ ഒരു ഈ വെടിക്കോപ്പ് നിർമ്മാണശാലയായിട്ടുണ്ടായിരുന്നത്. ആ ഒരു തുരുത്ത്
പൂർണ്ണമായിട്ടും കത്തിയമർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെയൊക്കെ വെടിമരുന്നിൻ്റെ ഒരു ഗന്ധമാണ്. അതുപോലെ നമ്മൾ രാവിലെ വരുമ്പോൾ പല ഭാഗത്തും പുക അടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ളൊരു വലിയ ഒരു ദുരന്തത്തിൻ്റെ ബാക്കി കാഴ്ചകളാണ് നമുക്ക് രാവിലെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എല്ലാം പൂർണ്ണമായും കത്തിയമർന്ന സാഹചര്യമാണുള്ളത്. ഇനി ഈ കത്തിയമർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ ആരുടെയെങ്കിലും ശരീരാവശിഷ്ടങ്ങളുണ്ടോ എന്നുള്ളതാണ് കണ്ടെത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്, ഒരു ദുരന്തം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ശരീരാവശിഷ്ടങ്ങളായിരിക്കും ലഭിക്കുക. അതൊക്കെ DNA പരിശോധനയും മറ്റും കഴിഞ്ഞതിന് ശേഷമേ മറ്റു കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ശരീരാവശിഷ്ടങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഈ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നുള്ളത് കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ദൗത്യം. അതിനാണ് നമ്മൾ കെഡാവർ ഡോഗ്സിൻ്റെ സഹായം തേടുന്നത്. കെഡാവർ ഡോഗ്സിൻ്റെ പ്രത്യേകത, മണ്ണിനടിയിൽ എത്ര ആഴത്തിലാണെങ്കിലും ഈ മൃതശരീരത്തിൻ്റെ ഗന്ധം തിരിച്ചറിയാൻ അവർക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിലാണ്ടുപോയ മൃതശരീരങ്ങൾ പോലും അവർ കണ്ടെടുക്കുന്നത് നമ്മൾ ഈ പലപ്പോഴും ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിടത്തൊക്കെ ചൂരൽമലയിലും മുണ്ടക്കയിലും അതേപോലെ തന്നെ കവളപ്പാറയൊക്കെ നമ്മൾ കണ്ടതാണ്. ആ നായകളുടെ സേവനമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായിട്ട് ഇവിടേക്ക് പ്രവേശനം വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം ഇപ്പോഴും കത്താതെയുള്ള വെടിമരുന്നിൻ്റെ വലിയ ഒരു ഭാഗം ഇതിൻ്റെ മറുവശത്തുള്ള ഒരു ഷെഡിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ആർക്കും പ്രവേശനമില്ല. മാത്രമല്ല അവിടെ ഒരു ജാഗ്രത ഈ ഒരു സാഹചര്യത്തിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ടുള്ള ഒരു പരിശോധന മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് ഇന്നിവിടെ ഉണ്ടാവുക. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മരിച്ച ആളുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിൽ തന്നെ DNA പരിശോധന അനിവാര്യമാണ്. അത് ബന്ധുക്കളുടെ രക്തസാമ്പിളോ മറ്റും ശേഖരിച്ച് ഇതിൽ ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്ന എല്ലാവരുടെയും ബന്ധുക്കളുടെ രക്തസാമ്പിളും മറ്റും ശേഖരിച്ചായിരിക്കും DNA പരിശോധന നടത്തുക. ആ ഫലം ലഭിക്കാൻ ഒരു പക്ഷേ 3 മുതൽ 5 ദിവസം വരെ സമയമെടുക്കുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. നമ്മൾ അത്തരത്തിലുള്ള DNA പരിശോധനയും ദുരന്തമുഖങ്ങളിൽ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ ഉള്ള നടപടികളായിരിക്കും ഉണ്ടാവുക. മൃതദേഹം തിരിച്ചറിഞ്ഞവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അത് മറ്റു ചടങ്ങുകൾ ആയിട്ട് തന്നെ അവരുടെ അന്ത്യസംസ്കാരങ്ങൾ ഒക്കെ നടക്കും. ഇവിടെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ തുടർച്ചയായിട്ട് എന്തെല്ലാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആരെല്ലാമാണ് ഈ ദുരന്തത്തിൽ പെട്ടിരിക്കുന്നത് എന്നത് കണ്ടെത്തലാണ് ആദ്യത്തെ ലക്ഷ്യം. ഇതിൽ എത്ര പേരുണ്ട് എന്നുള്ളതും അവർ ആരെല്ലാമാണെന്നുള്ളതും ഇത് മനസ്സിലാക്കലാണ് ആദ്യത്തെ ഒരു വലിയ കാര്യം. അതിനുവേണ്ടിയുള്ള നടപടികളായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. തുടർന്നാകും മറ്റ് നടപടികളിലേക്ക് കടക്കുക. എന്നാണെങ്കിലും ഇപ്പോൾ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം, ഈ വലിയ ഒരു ഉദ്യോഗസ്ഥരുടെ സംഘം തന്നെ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഈ തെരച്ചിലിനും പരിശോധനയ്ക്കൊക്കെ ആയിട്ട് ഇവരെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവരുടെ പ്രതികരണത്തിലേക്ക് പോകാം. നിങ്ങൾ മലപ്പുറത്തല്ലേ വരുന്നത്? ഇവിടുന്ന് എല്ലാ ജില്ലയിലും ഇവിടെ ഇപ്പോൾ എന്താ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? ഇവിടുത്തെ നിർദ്ദേശം അനുസരിച്ച് ഇവരുടെ റെസ്ക്യൂവിന് നമ്മൾ ഇവിടെ പോലീസുകാർ കൂടെ നിൽക്കുന്നു. റെസ്ക്യൂ സംഘം നിങ്ങൾ ഒരുപാട് ദുരന്തങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു വെടിക്കെട്ടിന്റെ ദുരന്തത്തിൽ ആദ്യമായിട്ടാണ്? അത് അങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. ഇവിടെ ഈ തെരച്ചിലിന് ഇവരുടെ കൂടെ സഹായിക്കാനാണ് നിർദ്ദേശം? അതെ, നിർദ്ദേശപ്രകാരം അവർ പറയുന്നമാതിരി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എപ്പോഴാണ് പ്രവേശിക്കുന്നതിനും പറഞ്ഞു? ഇല്ല, പറഞ്ഞില്ല, ഞങ്ങൾക്ക് അനുമതി കിട്ടിയിട്ടില്ല. ഫോറൻസിക്കിന്റെ പരിശോധന പൂർത്തിയാകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.